സഖാക്കളുടെ അന്ത്യം വെളിപ്പാടകനെ എന്ന വിഷയത്തെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ, ആഗ്രഹമില്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ സാഹിബ് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കാണാൻ? പ്രിയമുള്ളവരെ, ഇനി അധിക കാലമില്ല. ഞാൻ എന്റെ വിഷയം നിർബന്ധിക്കുന്നില്ല, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. സഖാക്കളുടെ ബുദ്ധിമുട്ട് കൊണ്ട്, സഖാക്കളുടെ അക്രമങ്ങൾ കൊണ്ടും അഴിമതി കൊണ്ടും പൊറുതിമുട്ടിയ ജനങ്ങളതാ പാലക്കാട് കൊടപ്പനക്കല് തറവാട്ടിൽ ചെന്നുകൊണ്ട് പരാതി ബോധിപ്പിക്കുകയാ. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക. പാലക്കാട് കൊടപ്പനക്കല് തറവാടിന്റെ മുറ്റത്ത് ചെന്നുകൊണ്ടൊരു വിറ്റം ജനങ്ങൾ പറയുകയാ, ഞങ്ങൾക്ക് സഖാക്കളെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ ആക്രമങ്ങൾ കൊണ്ടും അഴിമതി കൊണ്ടും അവരുടെ കൊള്ളിവെപ്പ് കൊണ്ടും കൊള്ളരുതാത്തതുകൾ കൊണ്ടും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല തങ്ങളെ എന്ന് ആ തങ്ങളുടെ തറവാടിന്റെ മുറ്റത്ത് ചെന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോ സൂര്യ തേജസ് പോലെ ഇറങ്ങി വരുന്ന ഹൈദരലി തങ്ങൾ ചോദിക്കുകയാ, എന്തേ നിങ്ങളുടെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ലീഗുകാരാ, അതാ പാലക്കാട് കൊടപ്പനക്കല് തറവാട്ടിന്റെ അകത്തളത്തിൽ നിന്നൊരു നേതാവ് കടന്നു വരുന്നു. അത് നേതാവ് മറ്റാരുമല്ല, കരിമ്പൂച്ചകളുടെ അകമ്പടിയില്ലാതെ, സെക്യൂരിറ്റി ഗാർഡുകളുടെ അകമ്പടിയില്ലാതെ, ഗവൺമെന്റ്മാരുടെ അകമ്പടിയില്ലാതെ, ഒരു സുരക്ഷിതത്വമില്ലാതെ കടന്നു വരുന്ന പാലക്കാട് സയ്യിദ് ഹൈദരലി തങ്ങള് ആ വന്ന ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെന്തേ വന്നതെന്തേ? പുഞ്ചിരിയോടെ, മുല്ലപ്പൂവിന്റെ പരിമളം ഏറിയ പുഞ്ചിരിയോട് ചോദിക്കുകയാണ്, നിങ്ങളെന്തേ വന്നതെന്തെന്ന് ചോദിക്കുമ്പോ ആ ജനങ്ങൾ കണ്ണീരോട് പറയുകയാ, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല തങ്ങളെ, ഞങ്ങൾക്ക് സമാധാനത്തിന് ജീവിക്കാൻ കഴിയുന്നില്ല തങ്ങളെ എന്നവര് വിളിച്ചു പറയുമ്പോ തങ്ങൾ വിളിക്കുന്നു, പാണ്ടിക്കടവത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ. ഇവിടെ ഒരു വിട്ടം ആളുകൾ വന്നിരിക്കുന്നു, ഇതിനൊരു പ്രതിവിധി കാണണം കുഞ്ഞാപ്പ എന്ന് വിളിച്ചു പറയുമ്പോ അതാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗിന്റെ ചുടക്കൊട്ടുകൾക്ക് ആഹ്വാനം കൊടുക്കുകയാ. കേരളത്തിലെ മുഴുവനും കുട്ടി സഖാക്കളെ മര്യാദ പഠിപ്പിക്കുക, അവരെ നിനക്ക് നിർത്താൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആഹ്വാനം ചെയ്യുമ്പോ ഒരു കയ്യിൽ ഹരിത പതാക ഏന്തിക്കൊണ്ട് അതാ കേരളത്തിന്റെ മലയാളത്തിലൂടെ പാറിപ്പറന്ന് നടക്കുകയാണ് ലീഗിന്റെ ചുടക്കുട്ടികള്. ആ ചുടക്കുട്ടികളിൽ സഖാക്കൾ മര്യാദ പഠിപ്പിക്കുമ്പോ അതാ കണ്ണൂരിൽ നിന്ന് പിണറായി പറയുന്നു, ലീഗുമായിട്ട് ഏറ്റുമുട്ടുക, ലീഗുമായിട്ട് അക്രമം അഴിച്ചുവിടുക എന്ന് സഖാക്കൾക്ക് മുഴുവനും പിണറായി വിജയൻ ആഹ്വാനം കൊടുക്കുമ്പോ ലീഗിന്റെ ചുടക്കുട്ടികള് കുഞ്ഞാപ്പാന് വിവരമറിയിക്കുന്നു, ലീഗിന്റെ ചുടക്കുട്ടികള് കുഞ്ഞാപ്പാന് വിവരമറിയിക്കുന്നു. പിണറായി വിജയൻ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നു സാഹിബ് എന്ന് പറയുമ്പോ സാഹിബ് വളരെ സിമ്പിളായിട്ട് പറയുന്നു, നിങ്ങളാരും ഭയക്കണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബത മുറ്റത്ത് കിടക്കുന്ന ഒരു വെള്ള ബെൻസുകാരിൽ കയറിക്കൊണ്ട് പിണറായിലോട്ട് കണ്ണൂരിലോട്ട് പുറപ്പെടുകയാ. പിണറായിയുടെ കഥ കഴിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ വിവരമറിഞ്ഞ പിണറായിയതാ കേരളത്തിലൂടെ ഓടാൻ തുടങ്ങുകയാ. പിന്നാലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അങ്ങനെ ഓടി ഓടി, പിന്നാലെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഓടി ഓടി അവസാനം കണ്ണൂരിലെ ഏതോ ഒരു AKG സെന്ററിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പിണറായി വിജയന്റെ നെഞ്ചത്ത് കാലി കയറ്റി വെച്ച് പിണറായി വിജയനെ കുന്തം കൊണ്ട് കുത്തി മലത്തിക്കളയുമെന്ന് ഒരു ലീഗുകാരൻ സ്വപ്നം കാണുമ്പോ സഹോദരങ്ങളെ, കോരിത്തരിക്കട്ട മുസ്ലിം ലീഗുകാരാ, നിന്റെ ശരീരം കോരിത്തരിക്കട്ടെ. ഇത് നിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ കഥയാ ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനി അധികനാളില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു മുഖ്യമന്ത്രിയായിട്ട് വരാൻ ഇനി അധിക കാലമില്ല മക്കളെ, അധിക കാലമില്ല. ലീഗിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കുക, ഓരോ സെക്കൻഡിനോടും ലീഗിന്റെ വളർച്ച ആകാശത്തോടും ഉയരുകയാ. കാരണം എന്തെന്നറിയോ? ലീഗിന് ഭിന്നതയില്ല, ലീഗിന് ഭിന്നതയില്ല, ലീഗിൽ
അഭിപ്രായ വ്യത്യാസങ്ങളില്ല സഹോദരങ്ങളെ. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരൊറ്റ നേതൃത്വമേ ഉള്ളൂ. അത് പാലക്കാട് കൊടപ്പനക്കിലെ തറവാട്ടിലെ കുട്ടികളുടെ നേതൃത്വമാ, ആൺകുട്ടികളുടെ നേതൃത്വമാ. അതിനപ്പുറത്തേക്ക് വ്യതിചലിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രബുദ്ധരായ നേതാക്കളും തയ്യാറല്ല, മുസ്ലിം ലീഗിന്റെ അനുയായികളും തയ്യാറല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കാൻ ആരും തന്നെ ശ്രമിക്കണ്ട മക്കളെ, അതിനുവേണ്ടി ശ്രമിക്കണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങുവെക്കലാണ് ഏറ്റവും നല്ല മാർഗമെന്ന് സഖാക്കളെ ഈ വേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. സഹോദരങ്ങളെ, മുസ്ലിം ലീഗിന്റെ വളർച്ച എന്തെന്നറിയോ? പാവപ്പെട്ടവന് കടക്കാരന് കൂര കൊടുക്കുമ്പോ, പാവപ്പെട്ടവന് കടക്കാരന് കൂര കൊടുക്കുമ്പോ, ഒരു വീട് വെച്ച് കൊടുക്കുമ്പോ, പാവപ്പെട്ടവന്റെ രോഗം ശുശ്രൂഷിക്കാൻ അവന് മരുന്നെത്തിച്ചു കൊടുക്കുമ്പോ, അന്നമില്ലാത്തവന് ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോ, അങ്ങനെ മുസ്ലിം ലീഗിനെ കൊണ്ട് കാര്യം കിട്ടിയ പാവങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും മുസ്ലിം ലീഗിനെ വളർത്തുകയേ ഉള്ളൂ. മുസ്ലിം ലീഗിന്റെ നാശമാരും പ്രതീക്ഷിക്കണ്ട. അത് യൗമുൽ ഖിയാമ വരെ നിലനിൽക്കുന്ന പാർട്ടിയാ മുസ്ലിം ലീഗ്. അത് മനസ്സിലാക്കൂ സഹോദരാ. സഖാക്കളുടെ അന്ത്യം വെളിപ്പാടകനെ